രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ പ്രസിഡന്റായതിനു പിന്നാലെ ബി.ജെ.പി വലിയ ലക്ഷ്യങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അവർ ഒരു അജണ്ട തന്നെ വെച്ചിട്ടുണ്ട്. ഈ 40 മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക. ഇപ്പോൾ ഏറ്റവും പുതിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 5000-ലധികം വാർഡുകൾ പിടിച്ചെടുക്കണമെന്നും തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? ഇത് ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ആദ്യം മുമ്പിൽ കാണുന്നത്. അതാണല്ലോ വരാൻ പോകുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും തിരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് എന്തായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരും. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിൽ അത്ര ശ്രദ്ധ വയ്ക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥി ഉണ്ടാകും, നേരിയ തോതിലുള്ള ഒരു വർധനവും ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രകടനം അവരവിടെ നടത്തും. പക്ഷേ പ്രധാനപ്പെട്ടത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. കാരണം അത് അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ്. താഴെ തട്ടിൽ പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ പ്രവർത്തനം എത്രത്തോളം നടക്കുന്നോ, എത്രത്തോളം വിജയകരമായി മാറും എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. ഒരു സെമി ഫൈനലായിരിക്കും അവിടെ നടക്കുന്നത്. അതിൽ നിന്നായിരിക്കും നിയമസഭയിലേക്ക് കയറാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് മുഖ്യ പ്രതിപക്ഷമാണ് കോർപ്പറേഷനിൽ. ഇത് പിടിച്ചെടുക്കണം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി ഈ കോൺഗ്രസ് ഇവിടെ ഈ ഡൽഹി നിയമസഭയുടെ കാര്യം പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇവിടെ സംപൂജ്യരായി മാറുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ CPM തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ MA ബേബി തന്നെ പറയുന്നുണ്ട് CPM-ന്റെ സ്വാധീന മേഖലയിലും BJP കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നോക്കണം, ഇവിടെ സംസ്ഥാനത്ത് 1200 തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് 21,865 വാർഡുകളിൽ 1400-ലധികം അംഗങ്ങളാണ് BJPക്ക് ഉള്ളത്. ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് 5000 വാർഡാണ്. അത് ഈ 5000 വാർഡെന്നുള്ളത് വെറുതെ ഒരു കണക്കെടുത്തിടുന്നതല്ല. ഇത് മൊത്തം വാർഡുകളിൽ, ഓരോ വാർഡുകളിലെയും മുൻകാലത്തെ വോട്ട് നില BJP നേടിയത് നോക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഓരോ ഇടങ്ങളിലും സാധ്യത കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കേരളത്തിലെ 6 മണ്ഡലങ്ങൾ A ക്ലാസ് മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വിജയം അടുത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. വിജയിച്ചു എന്ന് വരെ ഉള്ള ഒരു ഘട്ടത്തിലും എത്തി. അത് A ക്ലാസ്സിലാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ 5000 വാർഡും ഒരുപക്ഷെ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ മണ്ഡലങ്ങൾ അത്രയും പിടിക്കുക. അതിനൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനം നേടിയ സീറ്റുകളായിരിക്കും. അത് പറയുന്നുണ്ട്. ഇപ്പം നിയമസഭയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 1ാം സ്ഥാനത്ത് വന്നത്. പിന്നെ 18 2ാമതെത്തിയിരുന്നു. ഈ 2ാമതെത്തി നിൽക്കുന്നതൊക്കെ ചെറിയ ഒരു വ്യത്യാസത്തിൽ മാത്രമായിരിക്കും. അതും വിജയസാധ്യതയുള്ളതാണ്. ആ 18ഉം ഈ 11 കൂടെ മാറുമ്പോൾ എത്രയായി? 31 സീറ്റ് ആയില്ലേ? പോട്ടെ, അത്രയും സീറ്റ് നേടിയില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 15 വരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് തന്നെയാണ്, അല്ലാതെ വെറും രാഷ്ട്രീയക്കാരല്ല പറഞ്ഞത്. 11 മുതൽ 15 വരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 11 മുതൽ 15 വരെ നേടാമെന്നുള്ളത്. പക്ഷേ അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നോക്കണം. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 1 വർഷം കൂടിയുണ്ട്. കറക്റ്റ് അടുത്ത ഏപ്രിൽ മെയ്യിലായിരിക്കും. അതിനിടയ്ക്കുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളും ആശ്രയിച്ചിരിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ CPM-ൽ നിന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്ക് വോട്ട് പോയത്. ആ വോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് പിണറായി വിജയൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ BJP-ക്ക് ആ വോട്ട് തന്നെ ഇപ്പോൾ നിലനിർത്താൻ കഴിയും? ആ വോട്ട് നിലനിർത്താൻ കഴിയും ഇവർക്ക്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, CPM അതിനൊരു ശ്രമം നടത്തുന്നുണ്ട്. CPM-ന്റെ ശ്രമത്തെ വെറും നിസാരമായിട്ട് കരുതരുത്. കാരണം അവരാഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ്. പക്ഷേ അത് നിലനിർത്താനുള്ള തന്ത്രമാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ക്രൈസ്തവ വോട്ടുകളിലേക്ക് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കാരണം മുനമ്പം ആയുധമാക്കാൻ അവർ തയ്യാറെടുക്കുന്നുണ്ട്. അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏത് തരത്തിൽ സഭയുടെ വിശ്വാസ്യത ആർജിച്ചുവോ അതുപോലെ മറ്റു മണ്ഡലങ്ങളിലും സഭയുടെ ഒരു വിശ്വാസ്യത എടുക്കാൻ, പ്രവർത്തനം നടത്താൻ
അപ്പം ക്രൈസ്തവ വോട്ടുകളുടെ സമാഹരണത്തിന് ഇപ്പോൾ സുരേഷ് ഗോപിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ സഭയുമായിട്ട് കൂടുതൽ അടുക്കാം, ബിഷപ്പുമാരുമായിട്ട് കൂടുതൽ സൗഹാർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്നുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ ഷോൺ ജോർജിന് പ്രധാനപ്പെട്ട ചുമതലയും കൊടുക്കും. ഷോൺ ജോർജ് അല്ലേ ഈ മുനമ്പം വിഷയത്തിനകത്ത് ഈ ബിഷപ്പുമാർക്കും സഭയിലെ വിശ്വാസികൾക്കും ഒക്കെ കൃത്യമായ തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. മുനമ്പത്ത് എന്താണ് ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമാക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട കേസും ഷോൺ ജോർജുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഷോൺ ജോർജിന്റെ വലിയ മൈലേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷോൺ ജോർജിന് നമ്മളാരും വിചാരിക്കാത്ത തരത്തിലുള്ള BJPയിലെ പദവിയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ PC ജോർജ് പോലും അന്തം വിട്ടെന്നിരിക്കും. ഷോണിന് തൻ്റെ മകൻ ഇത്രയും വലിയൊരു പദവിയിലേക്കാണോ BJP നൽകിയിരിക്കുന്നത്? PC ജോർജിന് കൊടുക്കാതെ പോയത് ഷോണിന് കൊടുക്കും. PC ജോർജ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചു. പക്ഷെ സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അനിൽ ആന്റണിയേക്കാൾ കൂടുതൽ ഒരു ചലനം അവിടെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾക്ക് മുമ്പോട്ട് വയ്ക്കുമ്പോൾ BJP അടിത്തട്ടിൽ വലിയ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പം നിയമസഭയിലേക്ക് തന്നെ 40 ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൽ 20 ഇടം വിജയസാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം. പിന്നെ 40 മണ്ഡലങ്ങളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഇറക്കും. അത് വളരെ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ. പിന്നെ ഇനി മറ്റ് പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരാൻ സന്നദ്ധത കാണിച്ചു നിൽക്കുന്ന ചിലരുണ്ട്. അവർക്കും സീറ്റ് കൊടുക്കും. അവരിലുള്ള വിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അത് കൊടുക്കുക. അപ്പോൾ നോക്കണം, രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കം അത്തരത്തിലാണ്. ഏത് തരത്തിൽ ഇപ്പം 40 മണ്ഡലങ്ങളിൽ ക്രൈസ്തവർ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് 100 മണ്ഡലങ്ങളിലേക്ക് കൂടി അത് വ്യാപിക്കും. BJPയുടെ ആ ഒരു വ്യാപ്തി അതാണ്. കാരണം ക്രൈസ്തവർക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് ജോർജ് കുര്യനെ പോലുള്ളവരെയൊക്കെ മുൻനിരയിൽ നിർത്തും. ജോർജ് കുര്യനും PC ജോർജും ഷോൺ ജോർജും അൽഫോൻസ് കണ്ണന്താനവും ജേക്കബ് തോമസിനെയൊക്കെ മുൻനിരയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് വലിയ ഗുണമുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുമ്പോൾ പല പഞ്ചായത്തുകളും BJPക്ക് ഭരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ വിജയമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് UDFനെ ആയിരിക്കും LDFനെ ആയിരിക്കും ഏറ്റവും അധികം UDFനെ, കോൺഗ്രസിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കോൺഗ്രസിനായിരിക്കും എന്ന് വിചാരിച്ച് LDFന് ഭയമില്ലെന്നല്ല. CPM നന്നായിട്ട് ഭയക്കുന്നുണ്ട്. CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞല്ലോ, അവരുടെ മേഖലയിലേക്ക് കൂടി BJP സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് നിസ്സാരമല്ലത്. CPMകാർ ചില എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാറില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അവർക്ക് ഇനി ഒരു സംസ്ഥാനം ബാക്കിയില്ലല്ലോ, ആകെ ഉള്ളത് കേരളം മാത്രമാണ്. അതുകൊണ്ട് കിണഞ്ഞ് പരിശ്രമിക്കും. കോൺഗ്രസും കിണഞ്ഞ് പരിശ്രമിക്കും. ഇവിടെയുള്ള എന്തെങ്കിലും ഒരു ആശ്വാസം. ഇതിനിടയിൽ കൂടെ BJP പുതിയ പാത വെട്ടിത്തെളിക്കുകയും ചെയ്യും. അതായിരിക്കും കേരളം കാണാൻ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.